എല്ലാ പ്രിയപ്പെട്ടവർക്കും ലവ് ആൻഡ് ലവ് ഉള്ളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ഫാറസ്റ്റ് ബേക്കറി, ആലപ്പുഴയിലെ ഫാറസ്റ്റ് ബേക്കറിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടുത്തെ ക്രീം ബണ്ണും ബട്ടർ ബണ്ണും നാൻ കട്ടായിയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് ആ വീഡിയോയിലൊക്കെ പറയുന്നത്. അപ്പോൾ ആലപ്പുഴക്കാരനായിട്ട് ഞാൻ ഇന്നുവരെ ആ ബേക്കറി പോയിട്ടോ ആ ബേക്കറിയിലെ സാധനങ്ങൾ വാങ്ങിയിട്ടോ ഇല്ല. അപ്പോൾ ഇന്ന് ആലപ്പുഴയിൽ വന്നപ്പോൾ ആ ബേക്കറിയിൽ ഈ പറയുന്ന ഐറ്റംസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ, കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാം വീട്ടിലേക്ക്, നല്ലതായിരിക്കും എന്നൊക്കെയുള്ള കമൻസാണ് കണ്ടത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ വാർഡ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബേക്കറിയുടെ വാതിക്കൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഒരുപാട് ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബേക്കറിക്കകത്തേക്ക്. ഞാൻ ചെന്ന് ചോദിക്കാൻ മുമ്പായിട്ട് തന്നെ ക്രീം ബണ്ണ് തീർന്നു പോയി എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ബട്ടർ ബണ്ണ് ഉണ്ടാക്കിക്കൊണ്ട് വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ദേ അത് കൊണ്ടുവരുന്നുണ്ട്. ചേട്ടാ 3 ബട്ടർ ബൺ. ഇവിടെ 3 ചോദിച്ചാരാ? ഞാനാ ബട്ടർ ബണ്ണ് 4 അല്ലേ? 120 രൂപ വരാം. തന്നേക്ക്. ചേട്ടാ നാൻ കട്ടായി. നാൻ കട്ടായി പറഞ്ഞു. എത്ര? അര കിലോ. രണ്ടും കൂടെ എത്ര? ഒരു 30 രൂപ. തരാം. അങ്ങനെ ക്രീം ബണ്ണ് കിട്ടിയില്ല, പകരം ബട്ടർ ബണ്ണ് കൊണ്ടുവന്ന 2 എണ്ണം തന്നു. കാരണം അതിനുള്ളതേ ഉള്ളായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉള്ളത് വാങ്ങി. പിന്നെ നാൻ കട്ടായി എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയാണെന്ന് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് അതും കൂടെ വാങ്ങിച്ചു. 1/2 കിലോ നാൻ കട്ടായും വാങ്ങിച്ചു. 210 രൂപയോളമായി ഈ 2 ക്രീം ബണ്ണും 1/2 കിലോ നാൻ കട്ടായും. അത്യാവശ്യം നല്ലപോലെ ആളുകൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞുകൊണ്ട് 3 ക്രീം ബട്ടർ ബണ്ണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ബാക്കി വന്ന 2 ബട്ടർ ബണ്ണ് അവർ എനിക്ക് തന്നു. ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നീട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് പ്രിപ്പയർ ചെയ്ത് വരാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഉള്ളത് വാങ്ങി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഈ ബേക്കറി ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇതുവരെ ആലപ്പുഴയിൽ ഉണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനൊരു ബേക്കറിയെക്കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ടാണ് ഈ ബേക്കറിയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. ഇത് ഞങ്ങളുടെ കൈനഗിരി ജംഗ്ഷൻ.
ഇതാണ് ഞങ്ങളുടെ കൈനഗിരി ജംഗ്ഷൻ. ഈ കാണുന്ന കുരിശടിയാണ് ഞങ്ങളുടെ ചാവറേച്ചൻ്റെ കുരിശടിയാണ്. അതിനുശേഷം ഈ കിടക്കുന്ന റോഡ് കൈനഗിരി പഞ്ചായത്തിലേക്കുള്ള റോഡാണ്. അത് ആറിൻ്റെ തീരം വരെ പോകും. പിന്നെ കൈനഗിരിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഷൂട്ടിങ്, സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഇപ്പോൾ ഈ പോകുന്ന പഞ്ചായത്ത് റോഡ് അടിപൊളിയായിട്ടുള്ള റോഡായിരുന്നു. പേസ് റോഡിലെ വർക്ക് നടക്കുന്നിട്ടിരുന്ന സമയത്ത് ഇത് കാണുന്നതാണ് നമ്മുടെ ഷാപ്പ്. ഞങ്ങളുടെ കൈനഗിരിയിലെ ഷാപ്പാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ എന്നും സേവ് ദ ഡേറ്റ് ഷൂട്ടാണ്. ഓക്കെ, അപ്പം ഈ റോഡ് സൂപ്പറായിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ള സമയത്ത് ഞങ്ങളുടെ റോഡിൽ കൂടെയായിരുന്നു ഗതാഗതം, വാഹനങ്ങളെ തിരിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഈ റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുകയാണ്. ഇതിൻ്റെ വർക്ക് ഉടൻ തന്നെ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാനിത് കുതിരപ്പുറത്ത് പോകുന്നതാണ് കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് ചെന്നെത്തുന്നത് തോട്ടുവാത്തല പാലം, ഞങ്ങളുടെ ബസ് സ്റ്റോപ്പും കൂടെയാണ് തോട്ടുവാത്തല പാലം. ഈ റോഡ് ആദ്യം കൈനഗിരി ഈ പാലം കഴിഞ്ഞ് കുറച്ചും കൂടെ മാത്രമേ ഉള്ളായിരുന്നു. ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ റോഡ് മുഴുവൻ നടന്ന് കൈനഗിരി ജംഗ്ഷനിൽ ചെന്ന് അവിടെ നിന്ന് ബസ് കയറിയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ ബസ് റൂട്ടൊക്കെ ആയി. ഇവിടെ KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗുരുക്ഷേത്രം. ഈ വലതുവശത്താണെന്നാണ് ഞങ്ങളുടെ ഗുരുക്ഷേത്രം. ഇത് കഴിഞ്ഞ് ഒരു റൈറ്റ് ടേൺ വരുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് തോട്ടുവാത്തല പാലം. ഈ കാണുന്ന ബസ് സ്റ്റോപ്പാണ് തോട്ടുവാത്തല UBC ഫാൻസിൻ്റെ ബസ് സ്റ്റോപ്പ്. ഇനി ചെല്ലുന്നത് ഞങ്ങളുടെ കുടുംബ വീടാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ റേഷൻ കടയൊക്കെ ഉള്ളത്. ചിറ്റപ്പൻ്റെ മോനോടെ വെയിറ്റ് ചെയ്യും. ഹാപ്പിയേ എന്നുണ്ട്? ഇന്ന് പോകണ്ടായിരുന്നോ? ഇന്ന് പോകണ്ട ആണോ? എന്നുണ്ട്? വരുന്നോ വീട്ടിലോട്ട്? പാടാ വേണ്ട. ആ ഹാപ്പി ലൈവ് പോയിക്കൊണ്ട് ആ ആ അത് കൊള്ളാം. ആരെങ്കിലും അവളെ കാണാൻ വല്ലതും വന്നായിരിക്കും. ശരി, ഓർക്ക ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നീ കണ്ടില്ലേ? യൂട്യൂബിൽ കിടക്കുന്ന കണ്ടില്ലേ? യൂട്യൂബിലെ ഹൈ ക്വാളിറ്റി നോക്കിയാലേ കാണത്തുള്ളൂ. ഞാൻ നേരിട്ട് കാണിച്ചു തരാം. പൊളി സാധനം. ഹീറ്റിംഗ് ഉണ്ടോ? ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പെട്ടെന്ന് ഹീറ്റ് ആവും. 15 പുതിയത് 52 രൂപയുടെ സാധനമായിരുന്നു. അതിന് വില കുറഞ്ഞ് 15 ആയി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.